ഹലോ ഫാമിലി, സാറയാണ്. ഞാൻ എന്താ ഇന്നും പുറത്തുനിന്ന് നിങ്ങൾ കരുതോ അല്ലെ? ഞാൻ കുറെ വീഡിയോസിൽ പറഞ്ഞിരുന്നു നമ്മുടെ വീടിന്റെ പെയിന്റിങ് നടക്കുവാണ്. വീട് പണിതിട്ട് ഒരു 1.5 വർഷമായിട്ടുള്ളൂ. അപ്പൊ വിചാരിക്കും നിങ്ങൾ എന്താണ് ഇപ്പോഴേ റീപെയിന്റിങ് ചെയ്തിരുന്നല്ലേ? അതായത് നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ ബാക്കിലൊക്കെ ഒരുപാട് വീടുകൾ വന്നിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും വീട് പണിയുന്ന ആൾക്കാർ, തൊട്ടടുത്തൊക്കെ വീട് പണിയുന്ന ആൾക്കാർ ഒരു മര്യാദ കാണിക്കണ്ടേ? നമ്മളുടെ വീട്ടിലോട്ട് കംപ്ലീറ്റ് പൊടി അടിച്ച് കയറലായിരുന്നു. അപ്പോ നമുക്ക് ഇത്തിരി കാറ്റൊക്കെ ഉള്ള സ്ഥലമാണ്. അപ്പൊ അതിന്റെ പേരില് നമ്മള് റീപെയിന്റിങ് ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് മാറി. പിന്നെന്ന് വെച്ചാല് നമ്മളുടെ വീടിന്റെ കളർ ലൈറ്റ് കളറായിരുന്നു. പിന്നെ ബ്രിക്ക്, നമ്മൾ ചെങ്കല്ലിന്റെ ബ്രിക്ക് കുറച്ച് ഭാഗത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം നമുക്ക് ആ ഒരു ഗൃഹാതുരത്വവും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഫുള്ള് ചെങ്കല്ലും കൊണ്ട് പണിയാനുള്ള ഫണ്ട് അന്ന് ഉണ്ടായിരുന്നില്ല. അപ്പോ നിർബന്ധമായിട്ടും വീട് പണിയുന്ന ആൾക്കാര് ശ്രദ്ധിച്ച് കുറച്ച് കാര്യങ്ങൾ ആദ്യമേ ചെയ്താൽ എന്നെ പോലെ രണ്ടാമത് പൈസ മുടക്കേണ്ടി വരില്ല. അതുകൊണ്ട് വീട് പണിയുന്ന ആൾക്കാര് ഒന്ന് കാണണം കേട്ടോ. അപ്പൊ ഞാൻ കാര്യത്തിലേക്ക് കടക്കാം. ഇത് കണ്ടല്ലോ, പഴയ നമ്മളെ വീടിന്റെ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാകും. ഈ കളർ അല്ലായിരുന്നു, ഒരു വൈറ്റ് ആയിരുന്നു. നമ്മളെ വീട് വൈറ്റ് ആയിരുന്നു, വിൻഡോസ് വൈറ്റ് ആയിരുന്നു, സ്റ്റീൽ വിൻഡോ ആയിരുന്നു. സ്റ്റീൽ വിൻഡോ വെച്ചാലുള്ള പ്രശ്നങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോ വൈറ്റ് സ്റ്റീൽ വിൻഡോന് കുറെ ഡാമേജ് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. സ്റ്റീൽ വിൻഡോന് വൈറ്റ് ആയതുകൊണ്ട് തന്നെ പൊല്യൂഷന്റെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോ ഞാനത് വൈറ്റ് മാറ്റി നമ്മൾ നോർമൽ ഒരു കോഫി കളറാക്കി. അതുകൊണ്ട് സ്റ്റീൽ വിൻഡോ വെക്കുന്നവര് അത്രയും നല്ല സർവീസ് ഉള്ള സ്ഥലത്തുനിന്ന് വെക്കുക. വൈറ്റ് ഞാൻ പറയത്തില്ല, കാരണം പൊല്യൂഷനോ അല്ലെങ്കിൽ പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അതൊരു പൂപ്പൽ പിടിച്ചോണ്ട് നിൽക്കും. അപ്പൊ നമ്മള് ഇത് കണ്ടല്ലോ, നമ്മളൊരു ചെങ്കല്ലിന്റെ ടൈലാണ് ഈ തൂണൊക്കെ വെച്ചത്. അതുകൊണ്ട് തന്നെ ലൈറ്റ് പീച്ചിന്റെ കാറ്റഗറിയാണ് എല്ലായിടത്തും. ലൈറ്റ് പീച്ച്, ഡാർക്ക് പീച്ച്, അങ്ങനെയൊക്കെയാണ് ഞാനപ്പോ വീട് പെയിന്റ് അടിക്കാൻ എടുത്തത്. ഇത് ഞാൻ പെയിന്റിന്റെ കാര്യം ഡീറ്റെയിൽ പറയാൻ കാരണം, ഞങ്ങളുടെ ഇവിടെ കാണിനാട് കരിമുകളിൽ നിന്ന് ഒരു 2-3 കിലോമീറ്റർ അപ്പുറത്ത് ഒരു മരിയൻ പെയിന്റ് ഷോപ്പ് ഉണ്ട്. ഞാന് 1.5 വർഷം മുമ്പ് പെയിന്റിന് ആയ എമൗണ്ടും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ നിങ്ങൾ ഇച്ചിരി ദൂരെ ആണെങ്കിലും വരാനുള്ള ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. നല്ല എമൗണ്ടിൽ വ്യത്യാസം വന്നിട്ടോ. നല്ല പ്രീമിയം ക്ലാസ് ക്വാളിറ്റി വാറണ്ടി ഉള്ള പെയിന്റിന് വരെ എനിക്ക് നല്ല വ്യത്യാസം വന്നു. നമ്മൾ ഈ വീടിന് പെയിന്റ് അടിക്കാൻ മൊത്തത്തില് പെയിന്റും അതിന്റെ ബ്രഷും മറ്റുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ എല്ലാത്തിനും കൂടി ആയത് 55,000 രൂപയാണ്. ഞാൻ ഈ പേയ്മെന്റ് പറയാൻ കാരണം എന്ന് വെച്ചാൽ, റീപെയിന്റിങ് ചെയ്യുന്നവർക്ക് ഏകദേശം ഒരു കണക്ക് കിട്ടുമല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ എമൗണ്ട് പറയുന്നത്. 55,000 രൂപയുടെ പെയിന്റ് എടുക്കേണ്ടി വന്നു. അതിൽ ഇനാമൽ പെയിന്റ് ഉണ്ട്. കാരണം നമ്മൾ ഈ ബോർഡൊക്കെ വൈറ്റ് ആയിരുന്നു. അപ്പൊ അതൊക്കെ വൈറ്റ് മാറ്റി പീച്ചിന്റെ തന്നെ ഒരു ഡാർക്ക് പീച്ചാണ് എടുത്തത്. പിന്നെ അറിയാലോ, എന്റെ വീട് എന്ന് പറഞ്ഞാൽ എനിക്ക് പണ്ടത്തെ വീടുകളോടെ താല്പര്യമുള്ളൂ. അതായത് വീടിന് ഒരു സൺഷെയ്ഡും കാര്യങ്ങളൊക്കെ വെച്ച് അങ്ങനെ ഒരു വീട് പണിയാൻ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ പണ്ടത്തെ രീതി പെയിന്റിംഗ് ആണ് ഞാൻ ചെയ്തിരിക്കുന്നത്. നമ്മൾ കണ്ടിട്ടില്ലേ ബീഡിങ്ങിനൊക്കെ വേറെ കളറൊക്കെ വെച്ചിട്ട്? എനിക്ക് അതിനോട് താല്പര്യമുള്ളൂ. നമ്മളൊക്കെ താമസിച്ചിരുന്ന വീടിന് എന്താ കുഴപ്പമുള്ളേ? ഒരു ലീക്കും ഇല്ല, ഒരു മഴക്കാറ്റടിച്ചു കഴിഞ്ഞാല് ഒരു ചാറ്റൽ മഴയില്ല, ഒന്നുമില്ല. ഇതിപ്പോ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ഓണത്തിന്റെ തലേ ദിവസമാണ്. അതാണ് ഈ ചവിട്ടിയൊക്കെ ഇട്ടേക്കണം കേട്ടോ. പിന്നെ നമ്മുടെ വീട്ടിൽ കുറച്ച് മാറ്റങ്ങൾ ഞാൻ വരുത്തിയിട്ടുണ്ട്. നമ്മളെ വീടിന്റെ ഇത് കണ്ടവർക്ക് അറിയാൻ പറ്റും. ഇവിടെ സെയിം കളറ് ഒരു ഇതായിരുന്നു, സോഫയായിരുന്നു. അപ്പൊ എനിക്ക് മീശോന്ന് ഇതിന്റെ ഒരു നമ്മുടെ നാടകത്തിലെ സ്റ്റേജ് പോലെ ഉണ്ട് സോഫ. എന്നാൽ പോലും സോഫ നശിച്ചു പോകണ്ടല്ലോ എന്ന് കരുതിയിട്ട് കണ്ട ഒരു വെൽവെറ്റിന്റെ നല്ല ക്വാളിറ്റി ഉള്ള സോഫ കവർ കിട്ടി. അതുകൂടാതെ തന്നെ ഈ പില്ലോ കവറും ഞാൻ മീശോന്ന് തന്നെ വാങ്ങിച്ചാണ് കേട്ടോ. അപ്പൊ ഞാൻ ഈ പറയുന്ന പ്രൊഡക്റ്റിന്റെ ഒക്കെ ലിങ്ക് വേണ്ടവർക്ക് ഞാനത് അയച്ചു തരാം കേട്ടോ. പിന്നെ മാറ്റം വരുത്തിയെന്ന് വെച്ചാല്, നമ്മളുടെ രൂപം വെച്ച സ്ഥലം കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും കുറച്ച് കാര്യങ്ങൾ മാറ്റം വരുത്തിയത്. ഈ ഫ്ലവർ വാസും പിന്നെ ഇങ്ങനത്തെ ഒരു പ്ലാന്റ് ഒക്കെ ഞാൻ സെറ്റ് ചെയ്തായിരുന്നു. ഇത് നമ്മൾ ഒറിജിനൽ ആന്തോറിയ ഉണ്ടോ, ആന്തോറിയ അറിയാവുന്നവരൊന്ന് പറഞ്ഞു തന്നെ. ഇത് അകത്ത് വെച്ചുകൊണ്ട് കുഴപ്പമുണ്ട്, അകത്ത് വെക്കാന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ചത്. അപ്പൊ ഇതിന്റെ വാട്ടറിങ് എങ്ങനെയാണ്, വെയിലെടുക്ക് കൊള്ളിക്കണമെന്നൊന്നും എനിക്ക് അറിയത്തില്ല കേട്ടോ. പിന്നെ ഞാൻ വിചാരിച്ചു മണി പ്ലാന്റ് കുറച്ച് ഇതൊക്കെ വാങ്ങിച്ചു വെച്ചിട്ട് കുറച്ച് മണി പ്രോബ്ലം ഉണ്ട്, അതുകൊണ്ട് അതൊക്കെ മാറിക്കോട്ടെ എന്ന് കരുതി. പിന്നെ ഇത് ഞാനൊരു വീഡിയോ കാണിച്ചിട്ടുണ്ട്. ഇത് മീഷോന്ന് തന്നെ വാങ്ങിച്ചാണ്. ഞാൻ ഈ പറയുന്ന സാധനങ്ങൾക്ക് ഒരുപാട് വില കൊടുത്ത് വാങ്ങിയതല്ല. പിന്നെ ഒരു ഹാപ്പി മാനെ ബ്രോഡ്വേ പോയപ്പോ വാങ്ങിച്ചാണ്.
ബ്രോഡ്വേയിൽ ഒരുപാട് സാധനങ്ങൾക്ക് വിലക്കുറവുണ്ട് കേട്ടോ. നമ്മൾ ഇച്ചിരി റിസ്ക് എടുത്ത് ഇച്ചിരി തിരക്ക് പിടിച്ചൊക്കെ ഓടണം എന്നുള്ളൂ. അപ്പൊ അതിന്റെ ഒരു പ്രശ്നം എന്നല്ലാതെ നമുക്ക് ബ്രോഡ്വേയിൽ ഒരുപാട് പൈസ കുറവുണ്ട്. പിന്നെ എനിക്ക് വീട് പണിയുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, പറ്റുവാങ്കി നിങ്ങൾ ഈ സ്വിച്ച് എപ്പോഴും ഉപയോഗിക്കുന്ന ഏരിയ ഉണ്ടാവുമല്ലോ, സ്വിച്ച് നമുക്ക് അറിയാൻ പറ്റും. ആ ഏരിയയിൽ ഇതുപോലെ ഔട്ടർ ടൈലിന്റെ പീസ് ഒട്ടിക്കണം നല്ലതാണ്. ഏതെങ്കിലും മൾട്ടി കളറോ അല്ലെങ്കിൽ നമുക്ക് പൊടിയാകും അഴുക്കാവുന്ന ആ ഭാഗത്തേക്ക്. കാരണം പിള്ളേരെല്ലാരും ആ മതിലിനകത്ത് പിടിച്ച് അഴുക്കാക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ പക്ഷെ ഇത് ഒട്ടിച്ചിരിക്കുന്നത് വാൾപേപ്പർ ആണ്. കാരണം ഇനി അവിടെ കുത്തിപ്പൊട്ടിച്ച ഒരു ടൈൽ കഷ്ണം ഒട്ടിക്കാൻ പറ്റത്തില്ലായിരുന്നു. അതുകൊണ്ട് ഇത് മീഷോന്ന് കിട്ടിയ വാൾപേപ്പർ ആണ്. നല്ലതാണ് കേട്ടോ, നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു. പിന്നെ ഒരു മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ ഒരു മണി പ്ലാന്റ് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളെ ടീപ്പോയുടെ മേളിലിട്ടിരിക്കുന്ന ആ ഒരു ഇതും നല്ല ലാഭത്തിന് തന്നെ മീഷോന് കിട്ടിയാണ് കേട്ടോ. ഞാൻ പറഞ്ഞത് ഈ ഒരു ടേബിൾ ക്ലോത്ത് ആണ് കേട്ടോ. അപ്പൊ അതും മീഷോന്ന് കിട്ടിയതാണ്. ഭയങ്കര വിലക്കുറവുണ്ട്. പിന്നുള്ള മാറ്റം എന്ന് വെച്ചാല് വീട് കണ്ടവർക്ക് മനസ്സിലാവും, നമ്മള് കർട്ടൺ വൈറ്റ് ആയിരുന്നു. എന്റെ പൊന്നു മക്കളെ, വൈറ്റ് കർട്ടൺ ഒരു രീതിയിലും പിള്ളേരുള്ള വീടോ അല്ലെങ്കിൽ പൊല്യൂഷൻ ഉള്ള സ്ഥലമോ പൊടികളുള്ള സ്ഥലത്തൊക്കെ ഒന്നും നിങ്ങൾ വെക്കാൻ നിൽക്കരുത്. അപ്പൊ ഇത് ഇച്ചിരി ക്വാളിറ്റി ഉണ്ട്, ഇച്ചിരി വില കൂടുതലായി. ഒരു സ്ക്വയർ ഫീറ്റിന് എന്താണ് 160 രൂപ വന്നിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഉള്ളൊരു ചേട്ടനാണ് ചെയ്തത്, നല്ല വർക്കായിരുന്നു കേട്ടോ. പിന്നെ ഈ ടേബിൾ ക്ലോത്ത് ഇതും ഞാൻ മീഷോന്നാ വാങ്ങിച്ചത്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ, അത്രയും ക്വാളിറ്റി ഉണ്ട് കേട്ടോ. പിന്നെ ഈ വാട്ടറിന്റെ ഇത് കേട്ടോ, ഇത് നല്ല ഉപകാരമുള്ള സാധനമാണ്. ഇതിപ്പോ പേപ്പർ ഗ്ലാസ് ഒക്കെ വെച്ചേക്കണേ നമ്മൾ ഓണപ്പനും കൂട്ടുകാരൊക്കെ വന്നിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു 3 ലിറ്റർ വെള്ളം കൊള്ളും. ഇത് എടുത്തോണ്ട് ഏത് സമയം നടക്കരുത്, സൂക്ഷിച്ച് ഹാൻഡിൽ ചെയ്യുക. പക്ഷെ എന്നാലും അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ. ഇത് ഞാൻ ക്രിസ്റ്റൽ എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പ് ഉണ്ട് കോലഞ്ചേരിയിൽ, അവിടെ നിന്ന് വാങ്ങിച്ചാണേ. ഇരിക്കുന്നത് നമ്മുടെ റിംഗ് ലൈറ്റ് ഉപയോഗിക്കാറില്ലെങ്കിലും. പിന്നെ ഇതുപോലെ തന്നെ സ്കൂൾ മാർട്ട് എന്ന് പറഞ്ഞിട്ട് കാക്കനാട്, അവിടെ നിന്നാണ് കൂടുതലും ഫ്ലവർ വാസും കാര്യങ്ങളൊക്കെ ഞാൻ മേടിക്കാറുള്ളത്. അപ്പൊ നല്ലൊരു പ്ലാന്റ് എനിക്ക് കിട്ടി കേട്ടോ. ഇത്രയാണ് വ്യത്യാസം നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത്. പിന്നെ ഈ ഒരു ഷെൽഫിന്റെ ഒക്കെ കളർ നമ്മൾ ചേഞ്ച് ചെയ്തായിരുന്നു. മൊത്തത്തിൽ ഒന്ന് മാറ്റണമല്ലോ എന്ന് കരുതിയിട്ട് ചേഞ്ച് ചെയ്താണ്. പിന്നെ ഈ ഭാഗത്ത് അങ്ങനെ വലിയ, ഈ ഗ്ലാസ് നിങ്ങളെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. ഈ ഗ്ലാസ് ഇതുപോലെ തന്നെ ചില്ലല്ല, വേറെന്തോ മെറ്റീരിയലാണ്. പക്ഷെ രസമുണ്ട് കേട്ടോ കാണാൻ. ഈ വഞ്ചിനിയം കണ്ടവരുണ്ടല്ലോ, ഇതെല്ലാം മണ്ണും കൊണ്ട് ഉണ്ടാക്കിയതാണ്. നമ്മള് എന്താ പറയാ, രാജഗിരിക്കൊക്കെ പോകുന്ന വഴി, ആലുവക്ക് പോകുന്ന വഴിക്ക് ഒരു മൺകുടങ്ങളൊക്കെ വെക്കുന്ന ഇതുണ്ട്. അപ്പൊ അവിടെ നിന്ന് വാങ്ങിച്ചതാ. ഇതൊരു പിങ്ക് പ്ലാസ്റ്റിക് ഫ്ലവർ ആണ്, പക്ഷെ നല്ല രസം ഉണ്ടായിരുന്നു. നമ്മുടെ കബോർഡ് ഒരു പിങ്കിഷ് ആയതുകൊണ്ട് അങ്ങനെ വാങ്ങിച്ചതാണ്. അത് സ്കൂൾ മാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ്. പിന്നെ ഈ സാധനം ഉണ്ട് കേട്ടോ, ഈ ലൈറ്റ്. നമ്മുടെ റിയോ നടക്കുന്നുണ്ട്. ഈ ലൈറ്റ് ഞാൻ വിചാരിച്ചത് എല്ലാ യൂട്യൂബേഴ്സിന്റെയും മിക്കവരുടെ വീഡിയോയിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനത്തെ ഒരു ലൈറ്റ് കേട്ടോ. കൂടുതൽ ഞാൻ ഹിന്ദിക്കാരെ കണ്ടേക്കണത്. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പൊ ഞാനിത് മേടിച്ചായിരുന്നു മീഷോന്ന്. അയ്യോ, നല്ല ക്വാളിറ്റി കേട്ടോ. നല്ല ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നല്ല ഹെവി ക്വാളിറ്റി ഉണ്ട്. ഇതിങ്ങനെ വന്നിട്ട് കണ്ടോ, ലൈറ്റ് ആണിത്. പിന്നെ ഞാനിത് നമ്മളിവിടെ ഇരുന്ന് വെച്ചാണത് ഈ ഒരു പാട്ടുപെട്ടിയൊക്കെ ആമസോണിൽ നിന്ന് മേടിച്ചാണ്. എന്തോ 200 300 കണ്ടുള്ളൂ കേട്ടോ. ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പിന്നെ ഈ ഭാഗത്തൊരു വൈറ്റ് കബോർഡായിരുന്നു. അത് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചിട്ട് അത് അത്ര നിന്നില്ലടാ. അപ്പൊ അതുകൊണ്ട് അത് പോയി. അപ്പൊ ഞാനിത് നമ്മുടെ ഫിദ ഫർണിച്ചർ, ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, നെല്ലിക്കുഴിയിലുള്ള ഏറ്റവും ലാഭകരമായിട്ടൊരു ഷോപ്പായിരുന്നു അത്. ഞാൻ കുറെ ഷോപ്പിൽ നോക്കിയിട്ട് ഞാനപ്പോൾ അവരോട് വിളിച്ചു പറഞ്ഞിട്ട് 5800 രൂപയായി. ഇങ്ങനെ ഒരു കബോർഡ് നിങ്ങൾക്ക് വേണം. കാരണം ഇതിലെ ചപ്പ് ചവറുകളാണ്, നോക്കിയാൽ അറിയാം. അന്നമ്മയുടെ ബുക്ക്, ചാർജർ, അത് ഇതൊക്കെ. കാരണം ഇങ്ങനെ വലിച്ചു വാരിക്കുന്നേക്കാളും നല്ലത് കുറച്ചുകൂടി ഇങ്ങനെയൊക്കെ വെക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ ഈ ഒരു കണ്ണാടി എനിക്ക് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ എടുത്താട്ടോ. ഇത് നമ്മളെ ക്രിസ്റ്റലിൽ നിന്ന് വാങ്ങിച്ചതാണ്, കാണാൻ തന്നെ. പിന്നെ ഇതും ഈ പറഞ്ഞ പോലെ മണ്ണിന്റെയാണ്, ഇതും കണ്ടിട്ടുണ്ടാവും. പിന്നെ ഉള്ളത് ഈ ഒരു പെയിന്റിങ്. ഈ പെങ്കൊച്ചിന് അവര് പറഞ്ഞത് വീണ ചേച്ചി എന്നാണ്. ഇതിനൊരു 1100 1200 റേറ്റ് ആയി. പക്ഷെ എനിക്ക് ഇതിനൊരു ഗ്ലാസ് ഉണ്ടായിരുന്നു. ആ ഗ്ലാസ് ഒരു ഇതുപോലെ തോന്നിയത്, പൊട്ടിച്ച് കളഞ്ഞെന്ന് വേണമെങ്കിൽ പറയും. മാറ്റ് ഫിനിഷിങ്ങിലാണ് ഭംഗി കേട്ടോ. വീണ ചേച്ചി എന്നാണ് ഇതിനെ പറയുന്നത്. ഇതേ കർട്ടണൊക്കെ ഇവിടെ ആക്കിയിട്ടുണ്ട്. നമ്മൾ താഴത്തെ ഫ്ലോറിൽ മാത്രമേ ഇട്ടിട്ടുള്ളൂ. കാരണം ഇവിടെ കുറച്ചുകൂടി പണി ബാക്കിയുണ്ട്. അതുകൂടി കഴിഞ്ഞിട്ട് ഇതാണ്. ഏതൊരു കമന്റിൽ പറയണ്ടായിരുന്നു കഞ്ചാവ് ചെടിന്ന്. സത്യത്തിൽ ഇത് കഞ്ചാവ് ചെടിയാണോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇത് ഞാൻ ബ്രോഡ്വേന്ന് വാങ്ങിച്ചതാണ്. എന്തോ ഇതിന് 1000 സംതിങ് ആയി. ഇതാണ് എന്റെ ഫോട്ടോ ഏരിയ. ഞാൻ വീഡിയോ ഒക്കെ എടുക്കുന്നത് ഇവിടെ നിന്നാണ്. ഇതേ കണ്ടോ, എന്റെ മേക്കപ്പ് പണിയായുധങ്ങളാണ്. പണിയായുധങ്ങളല്ല, ഇതൊക്കെ എന്റെ സാധനങ്ങളാണ് കേട്ടോ. പിന്നെ ഇവിടേക്ക് ഇങ്ങനെ വേറൊന്നും അങ്ങനെ പുതിയത് മേടിച്ചിട്ടില്ല. വീടുകൾ കാണുന്നവർക്ക് മനസ്സിലാവും കേട്ടോ. പിന്നെ കിച്ചണിൽ ഓണത്തിന്റെ തലേദിവസമാണല്ലോ ഞാൻ എടുക്കുന്ന, ഓണത്തിന്റെ തലേദിവസമാണ്. അപ്പൊ കിച്ചണിൽ മൊത്തം കുറച്ച് കറികളൊക്കെ തലേദിവസം ഉണ്ടാക്കി വെച്ച്, പച്ചടി, കിച്ചടി, ഇഞ്ചിക്കറി,
പിന്നെ റോണപ്പനും കൂട്ടുകാരൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അവർക്കുള്ള ഫുഡ് ഇത് ഞാൻ ഇതുപോലെ തന്നെ മീഷോന്ന് വാങ്ങിച്ചാണ് ഈ 5 പേരും കേട്ടോ. അയ്യോ അടിപൊളി ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി ക്വാളിറ്റി, ധൈര്യമായിട്ട് വാങ്ങിക്കാം. പിന്നെ ഈ ഒരു ഭരണി കണ്ടോ, ഈ ഒരു ഭരണി ഇതെനിക്കൊന്ന് പറഞ്ഞാൽ 1/2 ലിറ്ററിന്റെയാണ്. പക്ഷെ നല്ല ക്യൂട്ടാണ്, നല്ല ഭാരമൊക്കെ ഇട്ട് വെച്ചാൽ. ഞാനിത് ആമസോണിൽ നിന്ന് വാങ്ങിച്ചാണ് കേട്ടോ. ഞാൻ ഇതിന്റെ ലിങ്ക് ഒക്കെ പറയുന്നത് എന്താ അറിയോ, നിങ്ങൾ ഓൺലൈൻ വാങ്ങിക്കുമ്പോൾ ഒരുപാട് വ്യത്യാസമുണ്ട്. പിന്നെ ഇത് ഞാൻ പഞ്ചസാര ഇട്ട് വെക്കാം, കൂടുതൽ പഞ്ചസാരയൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടി വാങ്ങിച്ചതാണ്. ഇനി എന്തോ 700 എങ്ങാണ്ടോ ആയി. കോലഞ്ചേരി ക്രിസ്റ്റലിൽ നിന്നാണ് വാങ്ങിച്ചത്. ഇത് അതുപോലെ തന്നെ ഇത് ഞാൻ കോട്ടൺ ഫാബിന്റെ എക്സിബിഷൻ ഉണ്ടായിരുന്നു, ആ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും, നമ്മൾ അവിടെ നിന്ന് മേടിച്ചതാണ്. പിന്നെ പ്രത്യേകിച്ചൊന്നും അടുക്കളയിൽ നമ്മൾ വലിയ മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല, ഇതൊക്കെ തന്നെയാണ്. പിന്നെ ഇത് അങ്ങനെ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉള്ളു കേട്ടോ. ഇത്തിരി അലങ്കോലായി കിടക്കോ വീട്, കാരണം നമ്മള് കുറച്ച് പണിയും കൂടി ബാക്കിയുണ്ട്. അടുത്തതാണ് എനിക്ക് എല്ലാരോടും പറയാനുള്ളത്. എല്ലാവർക്കും ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും, ഈ ഭിത്തി കണ്ടോ, നമ്മളിപ്പോ ഇവിടെ നിന്ന് സ്റ്റെയർ കേസ് ആണ്. ഈ ഭിത്തി മിക്കവാറും എല്ലാവരുടെയും അവിടെ പ്ലെയിൻ ആയിട്ടും ഭിത്തിയായിരിക്കും. പക്ഷെ എനിക്ക് ലൈറ്റ് കളറാണ് പെയിന്റിങ് നിങ്ങൾ അടിക്കുന്നെങ്കിൽ ഈ പിള്ളേരും ഇപ്പൊ ഞാൻ ഉൾപ്പെടെ എനിക്ക് കയറാനൊക്കെ ഒരു ബുദ്ധിമുട്ട് വരുമ്പോ കൈ അവിടെ പിടിച്ച് 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 മൊത്തം അഴുക്കായി. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ ഒരു ടൈലാണ്, ഓട് പോലത്തെ ടൈലാണ്. PA സ്റ്റോൺ എടപ്പള്ളി എന്നാണ് ഞാൻ വാങ്ങിച്ചത്. അപ്പോ ഇത് നമ്മൾ വിചാരിക്കും ഭയങ്കര സിമ്പിൾ അല്ലേ, സിമ്പിൾ ആയിട്ടൊക്കെ പണി തീരോലോ എന്ന് കരുതി മേടിച്ചതാണ് ഞാൻ. പക്ഷെ ഇതിനൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നല്ല ഭംഗിയുണ്ട്. നല്ല ഭംഗി എന്ന് വെച്ചാൽ നമ്മുടെ വീടിന്റെ ലെവലേ മാറി. മിററൊക്കെ പറഞ്ഞുതരാം കേട്ടോ. വീടിന്റെ ലെവലേ മാറി, കാരണം ഇത് നല്ല ഹൈറ്റ് തോന്നുന്നുണ്ട്. ഈ വർക്ക് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാൻ പറ്റുന്നുണ്ടല്ലോ. കാരണം ഇവിടെ നമ്മൾ പെയിന്റിങ് വെച്ചതിന്റെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ സ്റ്റോണിന് എനിക്ക് 145 ആണ് സ്ക്വയർ ഫീറ്റിനായത്. അപ്പൊ ഏകദേശം ഒരു 40,000-ന് താഴെ, 35-നും 40-നും ഇടയ്ക്ക് ഇത് മേടിക്കാൻ തന്നെ ആയിട്ടുണ്ട്. പിന്നെ ഇതിന്റെ അപ്പോക്സി, ഇതിൽ ഞാൻ പറയുന്നതിന്റെ കാര്യം, ഞാനും കരുതിയത് ഇതിപ്പോ ഇങ്ങനെ വെറുതെ ചായച്ച് അങ്ങനെ ഒട്ടിച്ചാൽ മതിയല്ലോ എന്ന് കരുതി. പക്ഷേ ഇതിന്റെ ഓരോ പാക്കറ്റിലും ഒരു പീസെങ്കിലും സ്റ്റെപ്പ് കയറിയിട്ട് കിടക്കണുണ്ടോ, ഒരു പീസെങ്കിലും സൈസ് കുറവുണ്ടാവും. അപ്പോ നമ്മൾ ഇങ്ങനെ ഒരു മിക്സ് ചെയ്ത് വെക്കേണ്ടി വന്നു. പിന്നെന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി കർട്ടനൊക്കെ ചെയ്ത സ്ഥലമാണ്. അപ്പൊ ഇവർക്ക് കണ്ടോ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കൂടുതൽ വേണ്ടി വന്നു. അപ്പൊ എനിക്ക് തോന്നുന്നു ഒരു 10 ദിവസം 2 മെയിൻ പണിക്കാരാണ് ഇത് പണിതത്. അപ്പൊ ഏകദേശം ചെലവ് വന്നെന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്കൊരു സ്റ്റോണും ഇതിന്റെ സാധനങ്ങൾ ഉൾപ്പെടെ ഒരു 40-45,000 രൂപ ഇതിന്റെ സാധനങ്ങൾ ഉൾപ്പെടെ വന്നിട്ടുണ്ട്. പിന്നെ പണിക്കാശ് ഒരു 10, അപ്പൊ ഒരു 60-70,000 രൂപയോളം ഈ ഒരു ഭിത്തി ചെയ്യാനായിട്ടുണ്ട്. അപ്പൊ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഇത് നിങ്ങള് വീട് പണിയുന്ന സമയത്താണെങ്കിൽ ഈ ഒരു ഭിത്തിയിൽ ഒന്നുമില്ല ടെക്സ്ചർ വർക്ക് ചെയ്യോ, വാൾപേപ്പറോ, അല്ലെങ്കിൽ ഇതുപോലെ ടൈൽ ഒട്ടിച്ചപ്പോഴേക്കും വീടിന്റെ റേഞ്ച് അങ്ങ് മാറി കേട്ടോ. വേറെ ലെവലായി, കാരണം പൈസ മുടക്കിയെങ്കിലും വേറെ ലെവല് വീടായി. അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയാട്ടോ. ഇത് നേരിട്ട് നിങ്ങക്ക് മനസ്സിലാവണമെന്ന് അറിയില്ല, നല്ല ഭംഗിയായി വീട് കേട്ടോ. ഒരു പഴമയും ആ ഒരു തണുപ്പും അതൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് ഞാൻ പറയാൻ കാരണം, നിങ്ങൾ വീട് പണിയുമ്പോഴാവുമ്പോ ഈ ഭാഗമൊക്കെ അങ്ങോട്ട് ശ്രദ്ധിച്ചു പോകും. പിന്നീട് ഒരു കുത്തിപ്പൊളിക്കലിനോ പണിയലിനോ വേണ്ടല്ലോ, കാരണം നമ്മളൊരു വീട് കുത്തിപ്പണിയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഈ പെയിന്റിങ് ഓൾറെഡി നമ്മൾ വീട് പണിതപ്പോ ഉണ്ടായാണ്. അപ്പൊ ഞാൻ നമ്മളെ ഫാമിലിയാണ്, റോണപ്പനും ഡോഗ്സും പിന്നെ അന്നാമി റോണപ്പനും. ഇത് ഞാൻ ഇതുപോലെ തന്നെ ഓൺലൈനില് ഒരു സൈറ്റിൽ 1500 സംതിങ് ആയി ഒറ്റ ഫ്രെയിമിന്. നമ്മളുടെ അനുസരിച്ച് ഇതനുസരിച്ച് സൈസ് കൂട്ടാം. അപ്പൊ 3 എണ്ണത്തിലൂടെ 4000 സംതിങ് ആയിട്ടുണ്ട്. പിന്നെ മീഷോ ഒന്ന് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ഈ 3 മിറർ. അയ്യോ നല്ല ക്വാളിറ്റി ഉണ്ട്, ലാഭവുമാണ്. കാണാലോ. ഓക്കെ, അപ്പൊ ഞാൻ ഈ 3 കളറാ വാങ്ങിച്ചത്. കറക്റ്റ് മിറർ നല്ല വെയിറ്റിൽ വന്നിട്ടുണ്ട്. ഞാനിത് ആണി അടിച്ച് വെച്ചെങ്കിലും ഒന്നും ഗമ്മും കൂടി ചെയ്തിട്ടോ. റോണപ്പന്റെ ഒരു കൂട്ടുകാരനാണ് ഇരിക്കണത്, അവന്മാര് മേളില് TV ആണ്. പിന്നെ ഇവിടെ പ്രത്യേകിച്ചൊന്നും മാറ്റങ്ങളൊന്നുമില്ല, വേറെ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. ഇത് നമ്മുടെ റോണപ്പന്റെ മുറിയാണ്. ഇവിടെ പ്രത്യേകിച്ചൊന്നും ഇതില്ല. പെട്ടെന്ന് നിങ്ങൾ കണ്ടിട്ടുള്ളതാണല്ലോ വീടിന്റേത്, കണ്ടിട്ടുള്ളതുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല. പിന്നെ ഉച്ചയ്ക്ക് ഉമ്മാര് കുളത്തിലൊക്കെ കുളിക്കാൻ പോയിട്ട് കിടന്നുറങ്ങണുണ്ടോ. ഇതുപോലത്തെ ഒരു വലിയ മുറി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ക്യൂൻ സൈസ് അല്ലെങ്കിൽ കിങ് സൈസ് കട്ടിലൊക്കെ ഒരു സിംഗിൾ കോട്ടും കൂടി ആകുമ്പോൾ ഒരു 5-6 പേർക്ക് ഒരുമിച്ച് അടിപൊളിയായിട്ട് താമസിക്കാം. ഇനിയിപ്പോ പറയാനുള്ളത്, നിങ്ങക്ക് ബോറിങ് ആവുന്നുണ്ടോ? പക്ഷെ വീട് പണിയുന്നവര് എന്തായാലും കാണണം കേട്ടോ. ഈ കളറാണ് കേട്ടോ മിറർ ആക്കിയത് നമ്മള്.
ഈ കളറാണ് മിറർ ആക്കിയത്. കാരണം വൈറ്റ് പണി കിട്ടി. അല്ല കുറെ പൈസയൊക്കെ ഉള്ള ആൾക്കാരോട് ഞാൻ പറയുന്നൊന്നുമില്ല, നിങ്ങള് പൈസയൊക്കെ മുടക്കിക്കോ, ഒരു കുഴപ്പമില്ല, മാറ്റി മാറ്റി. പക്ഷെ മാറ്റി മാറ്റി പണിയുന്നതിന്റെ പ്രശ്നമല്ല. കാരണം ഇതൊക്കെ ക്ലീൻ ചെയ്ത് പഴയ പോലെ വീടാക്കണമെങ്കിൽ നല്ല ഇതുണ്ട്. അപ്പോ മേളില് നമുക്ക് ട്രസ് വർക്ക് എന്നല്ലേ ഇതിനെ പറയുന്നത്, ഷീറ്റ് വർക്ക് എന്നോ റൂഫ് വർക്ക് എന്നോ എന്തെന്നാണെന്ന് അറിയത്തില്ല, കാര്യം മനസ്സിലായില്ലേ. നമ്മൾ ട്രസ് വർക്ക് ചെയ്യുന്നുണ്ട്. ആദ്യമേ ഞാൻ ചെയ്തില്ലായിരുന്നു. വീടിന്റെ ഒരു മൊത്തത്തിൽ പൊതിഞ്ഞു മൂടണ്ട പെട്ടെന്ന് എന്ന് കരുതി ഞാൻ വീണ്ടും സ്റ്റെപ്പ് കയറാണ്. കിതച്ച് ഞാൻ ചാവും മക്കളെ, ചാവും. അപ്പോ ഇത് എനിക്കിത് ഭയങ്കര ഇഷ്ടമായി ഒരു വർക്ക് കേട്ടോ. നമ്മുടെ വീടിന്റെ അടുത്ത് തന്നെ ഉള്ള ശരവൺ എന്നല്ലേ ചേട്ടന്റെ പേര്. അപ്പൊ നമ്മുടെ വീട്ടിൽ എന്ന് വെച്ചാൽ അമൃതയുടെ ഒരു കസിനാണ് കേട്ടോ. അപ്പൊ അവർക്കാണ് ഈ വർക്ക് ഞാൻ കൊടുത്തത്. 3-4 പേരുടെ അടുത്തുനിന്ന് ഞാൻ റേറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ മുമ്പ് വർക്കൊക്കെ ചെയ്തിരുന്നത് സജീവനായിരുന്നു. സജീവന്റെ അടുത്ത് റേറ്റ് നല്ല വ്യത്യാസം വന്നു. അതായത് ഇച്ചിരി കൊടുവാളായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് അവന് വർക്ക് കൊടുക്കാതെ ഞാൻ ആ ഊഞ്ഞാല പണിത റേറ്റ് ഇട്ടപ്പോഴും ഒരുപാട് പേര് പറഞ്ഞു, സാർ ചേച്ചി ഇത് ഭയങ്കര കൂടുതലാണ്. അപ്പോഴേ എനിക്ക് തോന്നി പണി കിട്ടിയെന്ന്. സോ സജീവനല്ലായിരുന്നു ഈ വർക്ക് കൊടുത്തത്, നമ്മളിവിടുത്തെ ഒരു ശരവണൻ എന്ന് പറഞ്ഞിട്ടൊരു ചേട്ടൻ. പക്ഷെ എനിക്കിത് ഇഷ്ടപ്പെടാൻ കാരണം എന്നറിയാം, ഇത് കംപ്ലീറ്റ് ആയിട്ടില്ല. നല്ല വൃത്തിയുണ്ട്. ഞാൻ മിക്കവാറും ഷീറ്റൊക്കെ ചെയ്ത സ്ഥലത്തൊക്കെ അവിടെ ഇവിടുന്നൊക്കെ കുറെ സാധനങ്ങളൊക്കെ ഇവര് അടിച്ച് മാറ്റാനുണ്ട് കേട്ടോ. അപ്പോ നല്ല വൃത്തിയുണ്ട്. പിന്നെ 2000 സ്ക്വയർ ഫീറ്റ് ആണ് എന്റെ വീടുള്ളത്. ഏകദേശം ഒരു 2300 സ്ക്വയർ ഫീറ്റിലാണ് നമ്മൾ ഷീറ്റ് അടിക്കുന്നത്. ഇതിന്റെ സാധനങ്ങൾ നമ്മൾ എടുത്തു കൊടുത്തിട്ട് ലേബർ കോണ്ടാക്ട് കൊടുക്കുവാണെങ്കിൽ അതാണ് ലാഭം. നിങ്ങൾ സാധനങ്ങൾ എടുത്തു കൊടുക്കൂ, അവര് ബില്ലിട്ട് തരുന്ന സാധനങ്ങൾ നിങ്ങൾ പേയ്മെന്റ് ചെയ്യൂ. ഇവര് സ്ക്വയർ ഫീറ്റിന് 26 രൂപയ്ക്കാണ് ലേബർ കേട്ടോ. സാധനങ്ങളൊക്കെ ഞാനാണ് എടുത്തു കൊടുത്തത്. 26 രൂപക്കാണ് ഇവര് ചെയ്തു തരുന്നത്. എന്നെ സംബന്ധിച്ച് മൊത്തത്തിൽ അന്വേഷിച്ചപ്പോ അതൊരു ലാഭവുമാണ്. ലാഭം പോലെ തന്നെ വർക്ക് കുളവാകോ എന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ ഞാൻ 100% ഓക്കെയാണ്. കാരണം ഞാൻ കുറെ പേര് ഷീറ്റ് ചെയ്യുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. അവിടെയൊക്കെ ഒരുമാതിരി എന്തോ പറയാ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറെ കമ്പിയും ഇത് നല്ല ഓർഡർ ആയിട്ട് പോയിട്ടുണ്ട്. പിന്നെ നമ്മൾ അന്നക്കൊച്ചിന് ഒരു ഊഞ്ഞാല ഇവിടെ സെറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുകൂടാതെ സ്ക്വയറിന്റെ ഇതിന്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ തരാട്ടെ, എന്തൊക്കെ മെറ്റീരിയൽ ആണെന്നുള്ള ആ ചേട്ടന്മാരെ കൊണ്ട് തന്നെ ഞാൻ പറയിപ്പിച്ചു തരാം. അവര് പറഞ്ഞു തരും. കാരണം ഇതിന്റെ പേര് ഊരും അറിയാതെ ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പിന്നെ ഇതിന്റെ ഒരു സ്ക്വയർ ഇടാൻ കാരണം എന്ന് വെച്ചാല് നമ്മളിവിടെ ഒരു ഹോം തിയേറ്റർ വിത്ത് ചെറിയൊരു സെറ്റപ്പ് ബാർ എക്സെട്ര കൂൾ ബാർ കേട്ടോ. അതൊക്കെ ചെയ്യാൻ ഉദ്ദേശമുണ്ട്. അപ്പൊ ഈ സ്ക്വയർ ആവുമ്പോ നമുക്ക് സെപ്പറേറ്റ് ഇത് എന്തോ ബോർഡൊക്കെ വെച്ചിട്ട് സെപ്പറേറ്റ് തിരിക്കാനൊക്കെ ബുദ്ധിമുട്ടില്ലല്ലോ. അപ്പൊ നമ്മൾ മുകളിൽ അങ്ങനെ ഒരു സെറ്റപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. പിന്നെ ഇവര് 26 രൂപ സ്ക്വയർ ഫീറ്റിന് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ എനിക്ക് തോന്നുന്നു ഇവര് തൊട്ടടുത്താണ് നമ്മളിവിടെ താമസിക്കുന്നത്. അതിന്റെ ആണോ എന്ന് അറിയത്തില്ല. നിങ്ങൾ ദൂരെയൊക്കെയാണ് അവരെ വർക്കിന് വിളിക്കുന്നതെങ്കിൽ അതനുസരിച്ച് ചിലപ്പോൾ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവും കേട്ടോ. അത് നമുക്ക് അവരോട് തന്നെ സംസാരിക്കാം. അവർ ഇനിയിപ്പോ ഓണം കഴിഞ്ഞ് പിറ്റേ ദിവസം അവർ വരത്തുള്ളൂ. അപ്പൊ എനിക്ക് ഇത് ഭയങ്കര ഓക്കെയാണ്. പിന്നെ എന്റെ വീട് ഞാൻ സൂപ്പർവിഷന് കൊടുത്തൊരു നാറി ഉണ്ടായിരുന്നു. കാരണം ഞാൻ നേരിട്ട് നിന്നാണ് എന്റെ വീട് പണിതത്. സാധനങ്ങളൊക്കെ നമ്മൾ മേടിച്ചു കൊടുത്ത് ഡയറക്റ്റ് പേയ്മെന്റ് ചെയ്ത്, പണിക്കാർക്കും അങ്ങനെ തന്നെ ഡയറക്റ്റ് എല്ലാ സാറ്റർഡേയും പേയ്മെന്റ് ചെയ്ത് അങ്ങനെയൊക്കെയാണ് വീട് പണിതത്. നിങ്ങൾക്ക് ഇവിടെ നോക്കുമ്പോ തന്നെ കാണാൻ പറ്റും. ദേ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇവിടെ നിന്ന് ഒരു ചരിവ് വന്നിട്ടുണ്ട്. അതായത് വീടിന് എവിടെ നിന്ന് കയറി വന്ന സ്ട്രെച്ചറിന് ഏകദേശം നിസാര സെന്റിമീറ്റർ ആണ്. എന്നാൽ പോലും അത് വലിയ പ്രശ്നം തന്നെയാണ്. കാരണം ഈ ഷീറ്റ് എന്ന് പറഞ്ഞ സാധനം നമുക്ക് വളക്കാൻ പറ്റത്തില്ല അല്ലേ. ആ ഷീറ്റിനെ ഒരു ലെവലിൽ വരുന്നതിനെ കൊണ്ടുവന്ന് ചളക്കി കൂട്ടി വെക്കാൻ പറ്റില്ല. അപ്പൊ ഇവര് പണിത് വന്നപ്പോഴേക്കും ഇത് ചേരാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പൊ എടുത്തപ്പോ സൂപ്പർവിഷൻ എഞ്ചിനീയർ എന്ന് പറഞ്ഞിട്ട് ഒരു സർട്ടിഫിക്കറ്റ് ഉള്ള നാറികൾ വന്നിട്ട് കാര്യമില്ലല്ലോ. അവർ ഈ എഞ്ചിനീയറിംഗ് മര്യാദക്ക് പാസ്സായിട്ടുണ്ടെന്ന് പോലും നമുക്ക് അറിയത്തില്ല. അപ്പൊ എഞ്ചിനീയർ തന്നൊരു പണിയാണ്. നല്ല രീതിയിൽ പൈസയും കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോ അവൻ കറക്റ്റ് ആയിട്ട് നോക്കി, ഒരുപാട് കാര്യങ്ങൾ ഞാൻ നോക്കി നിന്നിട്ട് വരെ അബദ്ധങ്ങൾ അവർ കാണിച്ചിട്ടുണ്ട്. പക്ഷെ ഇത് നമുക്ക് സ്ട്രെച്ചർ അവർക്ക് മാത്രമല്ല അറിയത്തുള്ളൂ. സ്ട്രെച്ചറിന്റെ കാര്യങ്ങളെല്ലാം അയാളെ ഏൽപ്പിച്ചിരുന്നു വെച്ചാൽ, പക്ഷെ ഇതിന് ഇത്രയോ സെന്റിമീറ്റർ ചരിവുണ്ട്.
അപ്പൊ ആ ചരിവുള്ളതിന്റെ പേരിൽ നമ്മൾ മേളിലേക്ക് ഷീറ്റ് കയറ്റുമ്പോൾ അതിൻ്റെതായ പ്രശ്നങ്ങളും വരുന്നുണ്ട്. അപ്പോ ഞാൻ ഇതിന്റെ ഷീറ്റും കാര്യങ്ങളും ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ. കാരണം ഡ്രസ് വർക്ക് ചെയ്തപ്പോ എത്ര രൂപയായി എന്നൊക്കെ നിങ്ങൾക്ക് അറിയണ്ടേ. ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ചെയ്യാം. ഇതിന്റെ മെറ്റീരിയൽസ് എത്ര രൂപയായി, കാരണം നമ്മൾ ഏകദേശം ഒരു ഐഡിയ വേണം. അല്ലാതെ കൊണ്ടുപോയി കുറെ പൈസ ഒന്നും കൊടുക്കണ്ട. വീട് പണിയേണ്ടതിന്റെ ബുദ്ധിമുട്ട് നമുക്കേ അറിയത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഞാൻ അതൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം കേട്ടോ നിങ്ങൾക്ക്. ഞാനപ്പോ ടെറസിന്റെ മുകളിൽ നിന്നാണ് ഈ പ്രസംഗം മുഴുവൻ പ്രസംഗിച്ചത്. എനിക്ക് സ്റ്റെപ്പ് കയറിയിട്ട് ഒട്ടും പറ്റണല്ലോ കേട്ടാ. ഞാൻ ചത്തുവാനായിട്ടുണ്ടെന്ന് ഒരു തരി നടക്കത്തില്ല, ഒരു തരി എക്സസൈസ് ഇല്ല. അപ്പൊ ഞാനിപ്പോ ഇത് പറയാൻ കാരണം, നിങ്ങൾ വീട് പണിയുമ്പോൾ നമ്മൾ ഒരിക്കലേ വീട് പണിയത്തുള്ളൂ. ഒരുപാട് പേരുണ്ടാവുമായിരിക്കും ഒരുപാട് വട്ടം വീട് പണിയുന്നത്. ഞാൻ ഒരിക്കലേ വീട് പണിയുള്ളൂ. അപ്പോ വീട് പണിയുമ്പോ ഒരു പെട്ടെന്ന് നമുക്ക് റീപെയിന്റിംഗ് ഒക്കെ ചിലപ്പോ വരുമല്ലോ, നമുക്കൊരു 4-5 വർഷം കൂടുമ്പോഴൊക്കെ വരും. അപ്പൊ വീട് പണിയുന്ന ആൾക്കാർ തൊട്ടടുത്ത് വീട് പണിയുന്നുണ്ടെങ്കിൽ അവരോട് ഒരു ഷീറ്റ് ഇടാൻ പറയുക. കുറെ പൊടികളൊക്കെ അങ്ങനെ തടയാൻ പറ്റും. എല്ലാം തടയാൻ പറ്റത്തില്ല, മേളിൽ കൂടിയൊക്കെ പൊടി വരും. എന്നാൽ പോലും കുറെ കാര്യങ്ങൾ തടയാൻ പറ്റും. രണ്ടാമത്തെ കാര്യം, സ്റ്റീലിന്റെ വിൻഡോസ് വെക്കുന്നവര് സർവീസ് കറക്റ്റ് ആയിട്ട് കിട്ടും എന്നുണ്ടെങ്കിൽ മാത്രം വെച്ചാൽ മതി. ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. എന്നിട്ട് ഇപ്പൊ എനിക്ക് CRS എന്ന് പറഞ്ഞിട്ടൊരു ടീമാണ് അത് റെഡിയാക്കി തന്നത്. അവരുടെയൊക്കെ ഒരു ഹുക്കും കുളത്തൊക്കെ ഇല്ല, അതൊക്കെ കൊള്ളാട്ടോ. കുറച്ചുകൂടിയൊക്കെ ക്വാളിറ്റി ഉണ്ട്. ഒരു പരിധി വരെ വേണമെങ്കിൽ അവരെ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാം. പിന്നെ വൈറ്റ് ജനല്, ഒരു ഇഷ്ടം എനിക്ക് പോയി. കാരണം നമ്മൾ ഇവിടെ പൊല്യൂഷനും മറ്റുള്ള കാര്യങ്ങളും ഉള്ളപ്പോൾ പെട്ടെന്ന് അഴുക്ക് പിടിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങളുടെ ഇവിടെ ഈ കാർബണിന്റെ ഒക്കെ ഏരിയ ആയതുകൊണ്ട് കുറെ കുത്തു പോലെയൊക്കെ വന്ന് പാക്കി അലങ്കോലായി. അപ്പൊ അതിനൊരു ഇരട്ടി പൈസയായി. അപ്പൊ ഞാൻ മൊത്തത്തിൽ അതിന്റെ കമ്പി കറുപ്പാക്കി, കോഫി ബ്രൗൺ ഇതാക്കി. പിന്നെ നമ്മൾ സ്റ്റെപ്പ് കയറി പോണതിന്റെ ഒരു മതില് അപ്പുറത്തെ ഭാഗം നമ്മൾ എത്രയൊക്കെ കുട്ടികൾക്ക് സ്വാതന്ത്ര്യത്തോടെ അവരുടെ വീട് ഉപയോഗിക്കാൻ പറ്റണ്ടേ. നമ്മൾ അവിടെ തൊടല്ലേ ഇവിടെ തൊടലെന്ന് പറ്റില്ലല്ലോ. അപ്പൊ അതിനുള്ള സൊല്യൂഷൻ ചെയ്തു വെക്കുക. അപ്പൊ അതിനാണ് ആ ഭിത്തിയില് ഞാൻ ഇത് ചെയ്തത്, ടൈൽ ഒട്ടിക്കാൻ കാരണം എന്ന് വെച്ചാല് വീടിന്റെ റേഞ്ച് മാറി. അതായത് ഒരു 50 ലക്ഷത്തിന്റെ വീടാണെങ്കിൽ 75 ലക്ഷത്തിന്റെ ഒരു പ്രൗഢി തോന്നുന്നുണ്ട്. പൈസ ഉള്ളവർ വീട് പണിയുന്ന സമയത്ത് കൈയോടെ അതങ്ങ് ഒട്ടിച്ചേക്കാം. നമ്മൾ വിചാരിക്കും ഈ PA സ്റ്റോണിൽ നിന്നാണ്. PA സ്റ്റോണിൽ നിങ്ങളൊന്ന് പൊക്കോട്ടോ. ഈ സ്റ്റോൺസ് ഒക്കെ സെലക്ട് ചെയ്യുന്നവര് നല്ല ഡീലിംഗ് ആയിരുന്നു കേട്ടോ. അവരുള്ള കാര്യം പറഞ്ഞു തരും. ഇങ്ങനെയൊക്കെയാണ് അങ്ങനെയൊക്കെയാണെന്നുള്ളത് ഉള്ള കാര്യം പറഞ്ഞു തരുന്നുണ്ട്. എടപ്പള്ളിയിലാണ് അവരെ സ്റ്റോർ കേട്ടോ. വേണമെങ്കിൽ അവരെ കോൺടാക്ട് ഡീറ്റെയിൽ തരാം. നല്ല സർവീസ് ആയിരുന്നു. ആ കൊച്ചാണെങ്കിലും ഒരു നെഫ്ല എന്ന് പറഞ്ഞിട്ട് കൊച്ചിട്ട് അതിന്റെ പേരാണ്. അപ്പൊ അവളാണെങ്കിലും കറക്റ്റ് ചേച്ചി ഇതെടുക്കണ്ട, ഇത് നല്ലതാണ്, അങ്ങനെയൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. നമുക്ക് ജെന്യൂൻ ആയിട്ട് തോന്നി കേട്ടോ. ആകെ ഒരു പ്രശ്നം മനസ്സിലായി, സ്ക്വയർ കാണുമ്പോൾ നമ്മൾ ഒട്ടിച്ചു പോകുമ്പോൾ 2 ദിവസം കൊണ്ട് ഒട്ടിച്ചു കഴിയും. അങ്ങനെയൊന്നുമല്ല, നല്ല പണിയുണ്ട്. കാരണം ഞാൻ ഇന്ന് കണ്ടതാണ്. ഇത് ഒരു ഉഴപ്പിയതുകൊണ്ട് പറയണല്ല, അവർ ഉഴപ്പിയിട്ടൊന്നുമില്ല. കറക്റ്റ് ആയിട്ട് അവർ ഈ ഒട്ടിച്ച്, അതായത് ഇടയ്ക്ക് ജനലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് ഒട്ടിക്കണം. ഇത് പേസ്റ്റ് ചെയ്ത് ഒട്ടിച്ച് അത് ഒരു ഇത് ഉണങ്ങി കഴിഞ്ഞിട്ട് അതിന്റെ മേലൊരു ഗ്ലോ പോലത്തെ സാധനം ഉണ്ടല്ലോ, അതിന്റെ പേര് ഞാൻ മറന്നുപോയി. അപ്പൊ അത് ഒട്ടിച്ചിട്ട് വേണം പിന്നെ അതിന്റെ വിടവൊക്കെ ഫില്ല് ചെയ്യാൻ, പിന്നെ അതിന്റെ മേളിലടിക്കണം. അപ്പൊ ഒരുപാട് പണിയുണ്ട്. അത് ഏകദേശം ഒരു 10-15 ദിവസം നമ്മളൊരു ബേബി ചേട്ടൻ ഉണ്ട് കേട്ടോ. വളരെ ജെന്യൂൻ ആയിട്ട് ഞാൻ ആ ചേട്ടനോട് പറഞ്ഞു എങ്ങനെയെങ്കിലും കംപ്ലീറ്റ് ചെയ്യാട്ടാന്ന് പറഞ്ഞെങ്കിലും, പക്ഷെ ആ പുള്ളി അങ്ങനെ പറ്റില്ല, നല്ല ഭംഗി, എന്നോട് എല്ലാ ദിവസവും ഫോട്ടോ ചോദിക്കും എങ്ങനെയാണ് പണിക്കാരെ എത്രത്തോളം തീർത്തെന്നൊക്കെ അറിയാനായിട്ട്. പുള്ളീനെ അതുപോലെ തന്നെ ബെസ്റ്റ് ടൈൽ വർക്കർ ആണ്. കാരണം നമ്മുടെ ഇവിടെ ടൈൽ വർക്കർ ഉണ്ടായിരുന്നു. ടൈൽ വർക്കേഴ്സിനോടും മറ്റുള്ള പണിക്കാരോടും എനിക്ക് പറയാനുള്ളത്, ഞങ്ങളെപ്പോലുള്ള വീട് പണിയുന്നവര് നിങ്ങൾ വലിയ വർക്ക് ചെന്ന് ടൈലും ജനലൊക്കെ ഫിറ്റ് ചെയ്തിട്ട് പോകും. പക്ഷെ പിന്നീട് വരുന്ന മെയിൻ്റെനൻസിന് നിങ്ങൾ വന്നില്ലെന്നുണ്ടെങ്കിൽ അതായിരിക്കും ഞങ്ങളെ സംബന്ധിച്ച് ഏറ്റവും വേദന. അല്ലാതെ നിങ്ങൾ വന്നിട്ടൊരു വലിയൊരു വീട്ടില് ടൈല് വിരിച്ചു പോകുന്നതല്ല. കാരണം ഞാൻ ആ ചേട്ടന്റെ ടൈലിന്റെ ഈ ഒരു ഭിത്തി ചെയ്തിരുന്നു വെച്ചപ്പോ അയാൾ പറഞ്ഞു, അയ്യോ അവിടം വരെ വരണ്ടേ, കരിമുകള് വരെ വന്ന് കൊണ്ടുപോകാൻ ആളില്ല. കാരണം ഫുള്ള് വർക്കല്ലല്ലോ, ഒരു ഭിത്തിയല്ലേ. അതുകൊണ്ട് പറയുവാണ്, നിങ്ങൾ വർക്ക് പിടിക്കുന്നവര് വിചാരിക്കും ഞങ്ങളുടെ കാലിയായ വീട് നിങ്ങൾ ചെയ്തിട്ട് പോകും, പക്ഷെ ഞങ്ങൾക്ക് മെയിൻ്റെനൻസിന് നിങ്ങൾ വന്നില്ലെങ്കിൽ അതാണ് ഏറ്റവും വലിയ വേദന, ഏറ്റവും വലിയ ഫോൾട്ടും. അതുകൊണ്ട് തന്നെ ഈ ബേബി ചേട്ടൻ എന്ന് പറഞ്ഞത് ഇൻഫോ പാർക്കിന്റെ ലുലു മാളിലൊക്കെ വർക്ക് ചെയ്യുന്ന വലിയൊരു മനുഷ്യൻ, വലിയ ടീമാണ്. പക്ഷെ ഈ ഒരു ഭിത്തിയുടെ ഇതാണെങ്കിൽ എന്നാൽ അയാൾക്ക് ചിന്തിച്ചൂടെ, ഇവര് ഞങ്ങൾക്ക് തന്നല്ലോ വർക്ക്, ഞങ്ങൾ എന്തിനു വരണം എന്നൊക്കെ ചിന്തിച്ചൂടെ. അതൊന്നും ചിന്തിക്കാതെ പുള്ളി വന്ന വർക്ക് നല്ല ഭംഗിയാക്കി തീർത്തിട്ടുണ്ട് കേട്ടോ. എനിക്കത് നിങ്ങൾക്ക് ആ ഭംഗി മനസ്സിലായോ എന്ന് അറിയത്തില്ല. ഞാൻ ഷോർട്സിൽ അത് മാത്രമായിട്ട് ഇടാന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോ പിന്നെ മീഷോന്ന് ഞാൻ കുറച്ച് സാധനങ്ങൾ മേടിച്ചത് കാണിക്കാൻ കാരണം, നിങ്ങൾ കുറെ കാര്യങ്ങളൊക്കെ മീഷോയിൽ നോക്കിക്കോട്ടോ. ഇപ്പൊ പണ്ടത്തെ പോലെ ഒരു ഫ്രോഡ് ആപ്പ് ഒന്നും അല്ല. ഓൺലൈനിൽ നിങ്ങൾ സാധനങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് വായിച്ചു നോക്കി സമയം എടുത്ത് സെലക്ട് ചെയ്താൽ ഒരുപാട് വ്യത്യാസം ഉണ്ട് കേട്ടോ. ഒരുപാട് വ്യത്യാസം നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ കോള് വന്നു. അപ്പൊ അതുകൊണ്ട് പിന്നെ പെയിന്റ് ഒരു മരിയൻ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ എന്താടാ ഇവിടെ കാണിനാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. ഞാൻ വൈറ്റിലേന്നാണ്. നമ്മൾ 1.5 വർഷം മുമ്പാണ് പെയിന്റ് എടുത്തത്.
1.5 വർഷത്തെ ഒരു ഗ്യാപ്പ് ഉണ്ടാകുമ്പോൾ നമ്മൾ പെയിന്റ് വില കൂടെയല്ലേ. ഇത് എനിക്ക് തോന്നുന്നു അവര് തന്നെ അവിടെ ഉണ്ടാകുന്ന പെയിന്റ് ആയതുകൊണ്ടും പ്രീമിയം ക്ലാസ് പെയിന്റ് ആണ്. ഞാനപ്പോ ഇവര് കഴിയാ പോലെന്ന് പറയാൻ സൈഡിലൊക്കെ ഒന്ന് കഴിയൊക്കെ നോക്കി പോകണ്ടെന്ന് അറിയണമല്ലോ, വെറുതെ അങ്ങ് വീഡിയോ ചെയ്തിട്ട് കാര്യമില്ലല്ലോ. ഒരുപാട് വ്യത്യാസം ഉണ്ട് പ്രൈസ്. നിങ്ങൾ എറണാകുളം ജില്ലയിലുള്ളവരാണെങ്കിൽ ആ പെട്രോളിന്റെയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പ്രശ്നം വരുള്ളൂ. പെട്രോളും മറ്റുള്ള കാര്യങ്ങള് ഇതിന്റെ മാത്രമേ ചെലവുള്ളൂ. പക്ഷെ നിങ്ങൾക്ക് പെയിന്റ് ഒക്കെ ഒരുമിച്ച് വന്ന് എടുക്കുവാണെങ്കിൽ ബെസ്റ്റ് ആണ്. അവരുടെ നമ്പറോ ഡീറ്റെയിലോ എന്തെങ്കിലും വേണമെങ്കിൽ ഞാൻ തരാം. കാരണം ഞാൻ ഈ പറയുന്നത് എനിക്കാരും ഇത് തന്നെയല്ലേ, അല്ലെങ്കിൽ ബില്ല് കാണിച്ചു തരാട്ടെ, എനിക്കാരും ഫ്രീ തന്നതല്ല, ഞാൻ പൈസ എണ്ണി കൊടുത്തിട്ടാണ്. 46,000 രൂപ ബില്ലായിരുന്നു ആദ്യം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 10,000 രൂപ എക്സ്ട്രാ കുറച്ച് പെയിന്റും ബ്രഷും അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കേണ്ടി വന്നു. മറ്റേ ഇനാമൽ പെയിന്റ് ഒക്കെ മേടിക്കേണ്ടി വന്നു. അപ്പൊ ഏകദേശം ഒരു 56,000 രൂപ പെയിന്റ് ആയിട്ടുണ്ട്. 20 ദിവസം പണി വന്നിട്ടുണ്ട്. ശരിക്കും പറഞ്ഞൊരു 15 ദിവസം കൊണ്ട് തീരേണ്ടതാണ്. അറിയാലോ, ഇടക്കിടക്ക് മഴ വന്നുകൊണ്ട് നമ്മുടെ അമൃതയുടെ കെട്ടിയോനും ടീമുമാണ് പണി ചെയ്തത്. അപ്പൊ നമ്മൾ മെറ്റീരിയൽസ് എടുത്തു കൊടുത്ത് അത്യാവശ്യം പണി അറിയുന്ന ഒരു 3-4 പണിക്കാരെ ഏൽപ്പിച്ചാൽ മതി. അത് നോക്കാൻ വേണ്ടി, സൂപ്പർവിഷന് നോക്കാൻ വേണ്ടിയിട്ട് ഒരാള്, പിന്നെ അതിന്റെ കരാർ കൊടുക്കണേ, എന്തിനാ ഭയങ്കര നഷ്ടമാണ് നമുക്കത്. മനസ്സിലായോ? അപ്പൊ അതായത് നമ്മൾ കരാറിന്റെ റേറ്റ് എടുത്തപ്പോഴേക്കും ശരിക്കും പറഞ്ഞ 19,000 വ്യത്യാസം വരുന്നുണ്ട്. അപ്പൊ നമുക്ക് പണി അറിയാവുന്ന കുറച്ച് പണിക്കാരെടുത്തിട്ട് ഒരു 3-4 പേരുണ്ടായിരുന്നു കേട്ടോ. 4 പേര് ഒരുമിച്ച് എനിക്ക് തോന്നുന്നു ഒരു 10 ദിവസമൊക്കെ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ ഇടയ്ക്ക് ലീവ് വന്നവരൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഈ 20 ദിവസം വരാൻ കാരണം. അല്ലെങ്കിൽ ഒരു 15 ദിവസം കൊണ്ടൊക്കെ വീട് പണി കംപ്ലീറ്റ് ആവും. കാരണം നമുക്ക് പിന്നെ വിള്ളൽ വന്ന ഏരിയയിലൊക്കെ ഒന്ന് പുട്ടിയൊക്കെ ഇട്ടായിരുന്നു. ആ സാധനങ്ങളും കൂടിയാണ് കേട്ടോ ഞാൻ ഈ 56,000 രൂപ പറഞ്ഞത്. അവിടേക്ക് ഒന്ന് പുട്ടിയൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ പെയിന്റിങ് ചെയ്തത്. ചില സ്ഥലത്ത് വിള്ളൽ വന്നിട്ടുണ്ട്. അത് ഞാൻ പണിക്കാരും കുറ്റം പറയുന്നില്ല, എന്തോ എംസാൻഡിന്റെ ഒക്കെ കുഴപ്പം കൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നേ. അപ്പോ കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് കരുതുന്നു. ഇത് നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഈ ടെറസിന്റെ മുകളിൽ ഷീറ്റ് വർക്ക് കംപ്ലീറ്റ് ആവണ സമയത്ത് ഞാൻ ആ ചേട്ടന്മാരോട് തന്നെ ചോദിക്കാം, നമ്മൾ എന്തൊക്കെ മെറ്റീരിയലാണ് ഉപയോഗിച്ചിരിക്കുന്നത്, എങ്ങനെയൊക്കെ ചേട്ടൻ പണിയൊക്കെ എടുക്കോ, വേറെ സ്ഥലത്തൊക്കെ പണി വന്നാൽ പോയി ചെയ്യോ, എത്ര റേറ്റിന് ചെയ്യും എന്നൊക്കെ ഉള്ളത് ആ ചേട്ടന്മാരുടെ അടുത്ത് തന്നെ. അവരെനിക്കൊന്ന് ഓണം കഴിഞ്ഞ് 2 ദിവസം കഴിയുമ്പോഴേ വരുള്ളൂ കേട്ടോ. ഒറ്റ ദിവസം പോലും ലീവ് ഇല്ലായിരുന്നു കേട്ടോ. സ്ക്വയർ ഫീറ്റിന്റെ ആയതുകൊണ്ടായിരിക്കണം. പിന്നെ എനിക്കിത് 2,300 സ്ക്വയർ ഫീറ്റ് നമ്മൾ ഏരിയ ഇട്ടിട്ടുണ്ടെങ്കിലും നമ്മളിപ്പോ അത് പണിത് കഴിയുമ്പോഴേ അവർക്ക് കറക്റ്റ് ചിലപ്പോൾ കുറയും. പണിത് കഴിയുമ്പോ കറക്റ്റ് ഏരിയ മനസ്സിലാവത്തുള്ളൂ. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പൊ ശരി കേട്ടോ.